بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മൾ ഇന്നലെ ബാക്കി വെച്ച ഹദീത്ത് ഉണ്ടല്ലോ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ റസൂലിൻ്റെ കൂടെയും സഹാബാക്കളുടെ കൂടെയും പുറപ്പെടാൻ വൈകി. അങ്ങനെ അദ്ദേഹത്തിന് പുറപ്പെടാൻ സാധിച്ചില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്തി. അടുത്ത ദിവസം പോകാം എന്നുള്ള നീയത്തിൽ അദ്ദേഹം ദിവസം കഴിച്ചു കൂട്ടി. പെട്ടെന്നാണ് റസൂല് തിരിച്ചു വരുന്ന വിവരം കിട്ടുന്നത്, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വിവരം. അപ്പം അതുവരെ നമ്മൾ എത്തിയത് വായിച്ചിട്ട്. അദ്ദേഹം പറയാണ്, ഫഹമംതു അൻ അർതഹില ഫഉദ്രികഹു. ഞാനിങ്ങനെ വൈകിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, എനിക്ക് പുറപ്പെട്ടിട്ട് വഴിയിൽ അവരെ കൂടെ ചെന്ന് ചേരാം. ഫയാലൈതനി ഫഅൽതു. ഞാനത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഖേദിക്കാൻ തുടങ്ങി. ഇനിയിപ്പം പുറപ്പെട്ടാലും അവിടെ കൂടെ എത്താൻ പറ്റാത്ത രീതിയിൽ റസൂൽ അകന്നു. റസൂൽ അങ്ങോട്ടെത്തി. സുമ്മലം യുഖദ്ദർ ദാലിക ലി. പിന്നെ അതെനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടല്ലോ, ഹൈറ് പിന്തിപ്പിച്ച് പിന്നെ അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു. പിന്നെ സഹാബിക്ക് ഖേദം തുടങ്ങി മനസ്സിൽ, ആ അവസരം നഷ്ടപ്പെട്ടതിൽ. അദ്ദേഹം പറയാണ്, ഫതഫിഖ്തു ഇദാ ഖറജ്തു ഫിന്നാസി ബഅദ ഖുറൂജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്സിനുനി അന്നി ലാ അറാ ലി ഉസ്വതൻ. അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും മദീനയിൽ നിന്നും തബൂക്കിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം ഞാൻ മദീനയിലെ പട്ടണങ്ങളിലേക്ക് ഒന്നിറങ്ങി, ആൾക്കാർ കൂടുന്ന കച്ചവട സ്ഥലങ്ങളിലേക്ക് ഒന്നിറങ്ങി. അവിടെ എന്നെ വേദനിപ്പിച്ചത്, എൻ്റെ കൂടെ അന്ന് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി ഫിൻ നിഫാഖ്. നമ്മൾ നിഫാഖ് സംശയിക്കുന്ന ആൾക്കാരല്ലാതെ, മുനാഫിഖീങ്ങളല്ലാതെ അന്ന് മദീനയിൽ വേറെ ആരും ബാക്കിയില്ല, എല്ലാവരും പോയി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം കൂടെ ഇരുന്ന റസൂലും സഹാബാക്കളും എല്ലാവരും പോയി, ഖൈറിലേക്ക് മുൻകടന്നു. അദ്ദേഹം മാത്രം ബാക്കിയായി. അത് വല്ലാതെ ഇദ്ദേഹത്തെ വേദനിപ്പിച്ചു. പുറത്തിറങ്ങി നോക്കിയാൽ അവിടെ ബാക്കിയുള്ളത് നിഫാഖിൻ്റെ അടയാളമുള്ള ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അതേപോലെ തന്നെ റജുലം മിമ്മൻ അദറ അല്ലാഹു തആല മിന ദുഅഫാഇ. ബലഹീനത കാരണം, രോഗങ്ങൾ കാരണം അള്ളാഹു യുദ്ധത്തിന് പോകുന്നതിൽ നിന്നും ഇളവ് കൊടുത്ത ആൾക്കാർ, അവർ മാത്രമേ ബാക്കിയുള്ളൂ. രോഗികളും വയസ്സന്മാരും നിഫാഖുള്ള ആൾക്കാർ മാത്രമേ അന്ന് മദീനയിൽ ബാക്കിയുള്ളൂ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. വലം യദ്കുറുനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബലഗ തബൂക. തബൂക്കിൽ എത്തുന്നത് വരെ റസൂൽ എന്നെക്കുറിച്ച് ഓർത്തിട്ടില്ല, എന്നെക്കുറിച്ച് സഹാബാക്കളോട് സംസാരിച്ചിട്ടില്ല. ഫഖാല വഹുവ ജാലിസുൻ ഫിൽ ഖൗമി ബിതബൂക മാ ഫഅല കഅബ് ബിൻ മാലിക്. റസൂൽ തബൂക്കിലെത്തി അവിടുന്ന് സഹാബാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ റസൂൽ സഹാബികൾ ചോദിച്ചു, മാ ഫഅല കഅബ് ബിൻ മാലിക്. കഅബ് ബിൻ മാലിക് എന്താ ചെയ്യുന്നത്, എവിടെയുള്ളത്? അത് അത്ര റസൂലിന് ആ ഒരു സ്ഥാനം സഹാബിക്കുണ്ട് റസൂലിൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ആ 30,000 ആൾക്കാരിൽ നിന്നും സഹാബി പ്രത്യേകം ചോദിച്ചത് റസൂൽ. അപ്പം ഖാല റജുലുൻ മിൻ ബനി സലമ. റസൂൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ബനു സലമ ഗോത്രത്തിൽ ഒരാൾ പറഞ്ഞു, ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹു വന്നദറു ഫീ ഇത്ഫൈഹി. റസൂലെ, ദുനിയാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിട്ടാണ് അവൻ വരാതിരുന്നത്. ഒരു ന്യൂനത എന്നോണം റസൂലിന് മുമ്പിൽ സൂചിപ്പിച്ചു. ദുനിയാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വ്യാപൃതനായിട്ടുണ്ട്, അതിനെ നോക്കി അതിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിട്ടാണ് വരാതിരുന്നത്. ആ സമയത്ത് ഫഖാല ലഹു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു. അദ്ദേഹം പറഞ്ഞു, ബിഅസ മാ ഖുൽതു. നിങ്ങൾ പറഞ്ഞത് വളരെ മോശമാണ്. വല്ലാഹി യാ റസൂലല്ലാഹി മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറ. കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവാണ്. സഹാബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. കാരണം കഅബ് ബിൻ മാലിക്കിൽ നിന്നും നല്ലതല്ലാതെ നമുക്കൊന്നും അറിയില്ല. അദ്ദേഹം നല്ല വ്യക്തിയാണ്, വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അഥവാ ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല വിചാരം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരസ്പരം മുഅ്മിനീങ്ങൾക്ക് എന്ത് വേണം, നല്ല വിചാരം വേണം. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ മിണ്ടാതിരുന്നു. റസൂൽ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല.
بينما هو على ذلك رأى رجلا مبيضا يزول به السراب. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൂരയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നത്. ഒരു വെള്ള വസ്ത്രം ഇട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ആ വെള്ള വസ്ത്രം ദൂരത്ത് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ അബാ ഖൈസമ, അത് അബൂ ഖൈസമ ആയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അബൂ ഖൈസമ ആണെങ്കിൽ فإذا هو أبو خيثمة الأنصاري وهو الذي تصدق بصاع التمر حين لمزه المنافقون. അപ്പോൾ അത് അബൂ ഖൈസമ തന്നെയാണ്. അദ്ദേഹമാണ് മുനാഫിഖീങ്ങൾ സഹാബാക്കളെ കളിയാക്കി സ്വമേധയ, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ സ്വമേധയ സദഖകൾ ചെയ്യുന്ന വിഷയത്തിൽ മുനാഫിഖീങ്ങൾ സഹാബാക്കളെ കളിയാക്കിയൊരു വിഷയമുണ്ട്. ആ സമയത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ സദഖ കൊടുത്ത ആളാണ് ആര്? അബൂ ഖൈസമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം വന്നു. ഫഖാല കഅബ്, കഅബ് റളിയല്ലാഹു പറയാൻ, ഫലമ്മാ ബലഗനി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തവജ്ജഹ ഖാഫിലൻ മിൻ തബൂക ഹദറനി ബസ്സി. പെട്ടെന്ന് എനിക്കൊരു വിവരം കിട്ടി, റസൂലും സഹാബാക്കളും തബൂക്കിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. ഹദറനി ബസ്സി, എനിക്ക് പ്രയാസം തുടങ്ങി, എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഫതഫിഖ്തു അതദക്കറുൽ കദിബ്, ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവായാലോ. വ അഖൂലു, പിന്നെ ഞാനിങ്ങനെ മനസ്സിൽ പറയും, ബിമ അഖ്റുജു മിൻ സുഖ്തിഹി ഗദ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, കളവ് പറഞ്ഞാലോ, എന്തെങ്കിലും കാരണം ബോധിപ്പിച്ചാലോ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, കാരണം ബോധിപ്പിച്ചാൽ ഇന്ന് രക്ഷപ്പെടും, പക്ഷെ നാളെ ആഖിറത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കോപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുക? എനിക്ക് കഴിയില്ല അത്. വഅസ്തഈനു അലാ ദാലിക ബികുല്ലി ദീ റഅയിൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിലെ വലിയൊരു പ്രായമുള്ള ആൾക്കാർ, ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചു, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ഫലമ്മ ഖാല ലി, അവരൊക്കെ എന്നോട് പറഞ്ഞത്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അദല്ല ഖാദിമൻ സാഹ അന്നി അൽ ബാതിൽ, റസൂൽ തിരിച്ചെത്തിയിട്ടുണ്ട്, മദീനയിൽ എത്താനായിട്ടുണ്ട്. ആ സമയത്ത് ബാത്തിലായ കാലം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ തീരുമാനിച്ചു, സത്യം പറയാൻ തീരുമാനിച്ചു. എന്തായാലും എന്ത് നടപടി റസൂൽ എടുത്താലും ഞാൻ സത്യം പറയാൻ തീരുമാനിച്ചു. ഹത്ത അറഫ്തു അന്നി ലം അൻജു മിൻഹു ബിശൈഇൻ അബദ, എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് പറഞ്ഞാലും രക്ഷപ്പെടൂല. കളവ് പറഞ്ഞ് റസൂലിന് മുമ്പ് ഈ സമയത്ത് റസൂൽ ഇളവ് എന്നാൽ ആഖിറത്തിൽ പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ രക്ഷപ്പെടൂല എനിക്ക് ബോധ്യായി. ഫഅജ്മഅതു സിദ്ഖഹു, ഞാൻ എന്ത് ചെയ്തു, സത്യം പറയാൻ തീരുമാനിച്ചു. വഅസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമ, അങ്ങനെ റസൂൽ മദീനയിലേക്ക് എത്തി. വകാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദ് ഫറകഅ ഫീഹി റകഅതൈനി സുമ്മ ജലസ ലിന്നാസ്. റസൂലിൻ്റെ ഒരു പതിവായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വന്നാൽ ആദ്യം പള്ളിയിലേക്കാണ് വരിക, നേരെ പള്ളിയിലേക്ക് വരും. അത് റസൂലിൻ്റെ ശീലമായിരുന്നു. അങ്ങനെ റസൂൽ തബൂക്കിൽ നിന്ന് വന്നത് നേരെ പള്ളിയിലേക്കാണ്. റസൂലിൻ്റെ മസ്ജിദിലേക്ക് വന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. സുമ്മ ജലസ ലിന്നാസ്, പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നു. മദീനയുടെ വിശേഷണങ്ങൾ, കാരണം മദീനയുടെ നേതാവാണല്ലോ, മദീനയുടെ വിശേഷണങ്ങൾ അറിയാൻ, ജനങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ റസൂൽ ഇരുന്നു. ഫലമ്മ ഫഅല ദാലിക ജാഅഹു അൽ മുഖല്ലഫൂന യഅ്തദിറൂന ഇലൈഹി വയഹ്ലിഫൂന ലഹു. അങ്ങനെ റസൂൽ ആ ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നപ്പോൾ, പോകാതിരുന്ന ആൾക്കാരുണ്ടല്ലോ യുദ്ധത്തിന്, കുറേ മുനാഫിഖീങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് റസൂലിനോട് കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി, സത്യം ചെയ്യാൻ തുടങ്ങി. വകാനു ബിദ്അൻ വസമാനീന റജുല, അവർ 80ഓളം ആൾക്കാരുണ്ടായിരുന്നു, വൈകിയ ആൾക്കാർ, പോകാതിരുന്ന ആൾക്കാർ. فقبل منهم علانيتهم وبايعهم واستغفر لهم ووكل سرائرهم إلى الله تعالى. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹ്യമായ രീതിയിൽ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു, അവർ അംഗീകരിച്ചു, അവരുടെ കാരണങ്ങൾ റസൂൽ സമ്മതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അവരോട് ബൈഅത്ത് ചെയ്തു, അവർക്ക് വേണ്ടി റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്തു. വവക്കല സറായിറഹും ഇലല്ലാഹ്, അവരുടെ രഹസ്യം, അവരുടെ ഉള്ള്, അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തു. അവിടെയാണ് പേടിക്കേണ്ടത്. ബാഹ്യമായ റസൂൽ അംഗീകരിച്ചു, ബാക്കി അള്ളാഹിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ റസൂൽ അവരെ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു. ഹത്താ ജിഅ്തു, അങ്ങനെ ഞാൻ വന്നു. സഹാബി പറഞ്ഞു, ഞാൻ റസൂലിൻ്റെ അടുക്കലേക്ക് എത്തി. ഫലമ്മ സല്ലംതു തബസ്സമ തബസ്സുമൽ മുഗ്ളബി, ഞാൻ കയറി സലാം പറഞ്ഞപ്പോൾ റസൂൽ ദേഷ്യം പിടിച്ചാൽ ചിരിക്കുന്നത് പോലെ ഒരു ചിരി.
ثم قال എന്നിട്ട് എന്നോട് പറഞ്ഞു تعال വാ فجئت أمشي حتى جلست بين يديه അങ്ങനെ നടന്ന് റസൂലിന്റെ മുമ്പിൽ പോയിരുന്നു. فقال لي റസൂൽ എന്നോട് ചോദിച്ചു ما خلفك നീ എന്താണ് വൈകിയത്, എന്താണ് വരാതിരുന്നത്? അലം തകുൻ ഖദ് ഇബ്തഅത ളഹ്റക നിന്നടുത്ത് എല്ലാം ഉണ്ടായിരുന്നല്ലോ അല്ലേ, എല്ലാ കാര്യങ്ങളും നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു, എല്ലാ സന്നാഹങ്ങളും, യുദ്ധത്തിന്റെ എല്ലാ സന്നാഹങ്ങളും നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു, എന്താണ് വൈകിയത്, എന്താണ് വരാതിരുന്നത്? ഖുൽതു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയ ലറഅയ്തു അന്നി സഅഖ്റുജു മിൻ സുഖ്തിഹി ബിഉദ്രി. റസൂലെ, ദുനിയാവിൽ താങ്കളല്ലാത്ത വേറെ ആരുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ദേശത്തിൽ നിന്ന് അവരുടെ ഞാൻ ഒഴിവാകുമായിരുന്നു. ലഖദ് ഉഅ്തീതു ജദല എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്, മറ്റൊരാളെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ റസൂലല്ലാത്ത താങ്കളല്ലാത്ത വേറെ ആരുടെ മുമ്പിലാണെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഞാൻ വിജയിക്കുമായിരുന്നു. ولكنني والله لقد علمت لئن حدثتك اليوم حديث كذب ترضى به عني. പക്ഷെ അള്ളാഹുവാണ് സത്യം, ഞാൻ മനസ്സിലാക്കി ഞാൻ ഇന്ന് താങ്കളുടെ ഒരു കളവ് പറയുകയാണെങ്കിൽ താങ്കൾ എന്നെ തൃപ്തിപ്പെടും. കളവ് പറഞ്ഞ് ഞാൻ വശീകരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നെ തൃപ്തിപ്പെടാം, എന്നെ ഇഷ്ടപ്പെടും. പക്ഷെ ലയൂഷിക്കന്നല്ലാഹു അൻ യുസ്ഖിതക അലയ്യ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടുള്ള ദേഷ്യം താങ്കളുടെ മനസ്സിലിട്ട് തരും എന്ന് ഞാൻ പേടിക്കും. സഹാബി അങ്ങനെ പറഞ്ഞു. ബാക്കി നമുക്ക് നാളെ എടുക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.